സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടിയോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുജറാത്ത് തീരം മുതൽ മധ്യകേരള തീരം വരെ രൂപപ്പെട്ട ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനത്തെ തുടർന്നാണ് മഴ ശക്തമാകുന്നത്. അശ്വിൻ ഡിയാഗോ വിവരങ്ങൾ നൽകും. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നും ഈ വടക്കൻ കേരളത്തിലാണ് കാര്യമായി തന്നെ മഴ പ്രതീക്ഷിക്കേണ്ടത് എന്ന് തോന്നുന്നു. ഈ ഒരു മധ്യ കേരളത്തിലും ഒപ്പം തെക്കൻ കേരളത്തിലുമൊക്കെ ഏത് തരത്തിലുള്ള കാലാവസ്ഥയാണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ? അശ്വിൻ. ഷിഹാസ്, ശ്രുതി, ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗുജറാത്ത് തീരം മുതൽ മധ്യ കേരളം തീരം വരെ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു ന്യൂനമർദ്ദ പാത്തി മൂലമാണ് നിലവിൽ ഇപ്പോൾ ഈ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ്. 4 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. മറ്റ് ജില്ലകളിലും മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൽപ്പിക്കുന്നത്. വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വരുന്ന 3 മണിക്കൂർ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുണ്ട്. ശക്തമായ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇടിമിന്നലോടുകൂടി മഴയ്ക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. ശക്തമായ കാറ്റ്, മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുജനം പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ള ആളുകൾ പ്രത്യേക ജാഗ്രത പുലർത്തണം. മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എമർജൻസി കിറ്റുകളടക്കം തയ്യാറായി അധികൃതരുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്നും മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണമെന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഈ ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അനാവശ്യമായുള്ള കടലിലേക്കുള്ള യാത്ര അടക്കം ഒഴിവാക്കേണ്ടതുണ്ട്. ഇന്നും മത്സ്യത്തൊഴിലാളികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി സമുദ്രസ്ഥിതി പഠന കേന്ദ്രം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം രാത്രി മുതൽ വലിയ മഴയായിരുന്നു. രാവിലെ തൽക്കാലം ഈ മഴയ്ക്ക് ഒരു നേരിയ ശമനമുണ്ടെങ്കിലും മേഘാവൃതമാണ്. 8 മണിക്ക് ശേഷം വീണ്ടും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയും വരും ദിവസങ്ങളിലും മഴയുടെ ശക്തി കുറയാനുള്ളൊരു സാഹചര്യമാണ് നിലവിലിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചനകൾ പ്രകാരം മനസ്സിലാക്കേണ്ടത്. എന്തായാലും മുഴുവൻ ജില്ലകളിലും മഴയ്ക്കുള്ള സാധ്യതകളുണ്ട്. പക്ഷേ 5 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് മഴ മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട നേരങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടങ്ങളിൽ മറ്റു മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ 5 ജില്ലകൾക്ക് മാത്രമാണ് മുന്നറിയിപ്പ് നിലവിൽ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഷിഹാസ്.